ഫുള്ള് മെസ്സാ. 1 by 1 ഓരോന്നും കട്ട് ചെയ്യുന്ന. നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു മൈ ബാഗ്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല സത്യം വന്നിട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് എൻ്റെ ഒരു ഡയറി ഉണ്ട്. എനിക്ക് കുറച്ച് പഠിക്കാനുള്ള തിങ്സ് ഒക്കെ ഞാൻ എഴുതി വെക്കുന്ന ഇതിനകത്താട്ടോ. ഗ്രാമർ പോർഷൻസ് ഇപ്പം എനിക്ക് കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതുന്ന ഇതിനകത്താണ്. പിന്നെ ഒരു മേക്കപ്പ് പൗച്ച് ബാഗുണ്ട്. ഇത് കൂടാതെ എനിക്ക് ഹോസ്പിറ്റലിൽ എനിക്കൊരു ലോക്കറുണ്ട്, അതിനകത്ത് ഞാൻ ഒരു പൗച്ച് ബാഗാറുണ്ട്. ഇപ്പോൾ ഈയിടെ റീസെൻ്റ് കിട്ടിയതുകൊണ്ട് അതിനകത്ത് കുറച്ച് സാധനങ്ങൾ വെക്കാറുണ്ട്. ഇതിനകത്ത് നത്തിങ് സ്പെഷ്യൽ ഒന്നും ഇല്ല. കുറച്ച് പേന, പിന്നെ തലയിലിടുന്ന ഹെയർ ബാൻഡ്സ്, ലിപ് ബാം, ലിപ്സ്റ്റിക്സ്, ഹെയർ പിൻസ്, അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം. ബാക്കിയെല്ലാം ഞാൻ അവിടെയാണ് വെക്കാറ്. മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ റെഡി ആവാനുള്ള സാധനങ്ങൾ മുഴുവൻ ഹോസ്പിറ്റലിൽ വേണ്ട. പിന്നെ ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഐഡിയ കേട്ടോ. നമുക്കിത് എപ്പോഴും ഐഡിയ നമ്മുടെ എല്ലാത്തിനും ആക്സസ് വേണം. അപ്പോൾ ഐഡിയയും കൊണ്ട് നമ്മൾ നടക്കണം എപ്പോഴും. പിന്നെ ഇത് മേക്കപ്പ് പൗച്ചിനകത്തുള്ള സാധനം തന്നെയാണ് നമ്മുടെ ഇത് മിറർ. ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചൊരു ബോഡി മിസ്റ്റ്. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ബ്ലൂ ലേഡിയുടെ ആയിരുന്നു. നല്ല അത്യാവശ്യം നല്ല മണം കേട്ടോ. കുറച്ച് നേരം നിൽക്കുകയും ചെയ്യും, ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നല്ല ഒത്തിരി കൂടുതലുള്ളതൊന്നും അല്ല, വിലക്കുറവിൻ്റെ സാധനം തന്നെയാണ്. പിന്നെ ഒരു 10 ദിർഹംസ്. ഇത് കഴിഞ്ഞ സാനിയൻ തന്നത് കേട്ടോ. അത് പറഞ്ഞില്ല കേട്ടോ. അനിയന് ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ 10 ദിർഹംസ് ജസ്റ്റ് ബാലൻസ് കിട്ടിയപ്പോൾ തന്നതാ. പിന്നെ എനിക്ക് ഒത്തിരി പേനയുണ്ട്. കാരണം നമ്മൾ നെയ്സ് ആകുമ്പോഴത്തേക്ക് എന്തായാലും പേനയുടെ ആവശ്യമുണ്ടല്ലോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താട്ടോ. അവള് ഗിഫ്റ്റ് ചെയ്ത ഇതൊക്കെ ഈ പല ഷെയ്ഡ്സിലുള്ള. അതിൻ്റെ റെഡൊക്കെ ഉണ്ടായിരുന്നൊക്കെ റെഡെല്ലാം കാണാതെ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാവിയാണ്. ഇതിലേക്ക് ഹോസ്പിറ്റൽ ലോക്കറിൻ്റെ ചാവിയും ഇത് വീടിൻ്റെ ചാവിയും. പിന്നെ ഈ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ലാവണ്യ, നമ്മുടെ ചോക്ലേറ്റ് പൗഡറിൻ്റെ മണമുള്ള സാധനം. ഇത് നല്ല മണം കേട്ടോ. ഉപയോഗിക്കാനാണെങ്കിലും നമുക്ക് ആ ഡ്രസ്സിൽ അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനപ്പം വിയർത്തു എന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും നല്ല മണമാണ്. പിന്നെ എൻ്റെ ഒരു കൊന്തമാലയുണ്ട്, കൊന്ത. അപ്പം ഞാനിത് മിക്കപ്പോഴും ഡ്യൂട്ടി ടൈമിൽ പോക്കലിട്ട് നടക്കാറുണ്ട്. പിന്നെ ഒരു പ്രയർ ബുക്കുണ്ട്. നമ്മൾ 3 മണിക്ക് കരണക്കൊന്ത എല്ലാറുണ്ട് ഞാനെപ്പോഴും. അപ്പം അതിൻ്റെ ഒരു പ്രയർ ഇതാണ്. പിന്നെ എൻ്റെ ഒരു സ്പൂണ്, പിന്നെ കുറച്ച് മെഡിസിൻസ്, പിന്നെ ഒരു ചെറിയ പേസ്റ്റ്. ഇത്രേ ഉള്ളൂ ബാഗ്. എം ടി ആയി. പിന്നെ ഞാൻ ഇതിനകത്ത് ചില സമയങ്ങളിൽ ഞാൻ ഹെഡ്സെറ്റ് കൊണ്ടുപോകാറുണ്ട്, ഇത് ചാർജർ കൊണ്ടുപോകാറുണ്ട്. അതൊക്കെ ഡിപ്പെൻസ്. പിന്നെ ഞാൻ മിക്കപ്പോഴും മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും. എനിക്ക് മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതുവരെ അങ്ങനെ പീരീഡ്സിൻ്റെ പ്രശ്നം വന്നിട്ടില്ലാത്തത് കൊണ്ട് എപ്പോഴും വീട്ടിൽ തന്നെ. അതുകൊണ്ട് ഞാൻ കയ്യിൽ കൊണ്ട് നടക്കാറില്ല. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ബാഗിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ അവർ വീഡിയോ. ഓക്കെ, അപ്പോൾ ബൈ.